ചേച്ചി എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നേ നോക്കി. ദേ നോക്കി, താറാവ്. ഹായ്. ദാ കിളിക്കം. ദാ ദാ ചെണ്ട. ഹായ്. അതേ മോളെ, ആ യൂണിഫോം ഒക്കെ ഒന്ന് മാറ്, എന്നിട്ട് കൊച്ചിനെ കളിപ്പിക്ക്. അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നേ. ഇതൊക്കെ വാങ്ങിയപ്പോഴേ എങ്ങനെങ്കിലും വീടെത്തിയാ മതിയെന്ന. ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇതാ അപ്പുറത്തെ മുറിയിൽ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുക. സത്യക്കും പപ്പയ്ക്കും വേണ്ടി മുമ്പേ വാങ്ങിച്ചത്. കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് പിള്ളച്ചേട്ട വലുത്. അതെ അതെ, അതെന്തായാലും കൊള്ളാം. അല്ല, പപ്പി എവിടെ മോളെ? പപ്പി രോഹിതങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അയ്യോ, കരയില്ലേ വാവേ? കണ്ടില്ലേ, അത് അവരുടെ ലോകമാ. അവർക്കറിയാവുന്ന ഭാഷയിലൊക്കെ അവര് സംസാരിക്കുന്നുണ്ട്. ഹായ്. ഈ കാഴ്ച കാണുന്നതിനൊരു സന്തോഷല്ലേ. ഓ ഹായ്. നോക്കിക്കേ. എടോ പിള്ളേ, ഈ കൊച്ചിപ്പോ ഇവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങിതാ. ഇത് വേണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എന്റെ സാറേ, ഒരു ആലോചനയും വേണ്ട. വിഷക്കാ തന്നെ. പിന്നെ അത് മധുരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും എടുത്തത് കഴിക്കൂ. അങ്കിളേ, നമ്മൾ വാങ്ങിച്ച കളിപ്പാട്ടങ്ങളൊക്കെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആഹാ, വാവ അങ്ങനെ പറഞ്ഞോ? വാവ അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ വാവയുടെ മുഖം കണ്ടറിയാലോ. ഒരു ആലോചനയും വേണ്ട. നമ്മൾ തീരുമാനിച്ച കാര്യം നമ്മൾ നടത്തി തന്നെ ചെയ്യും. ദാ നോക്കേ. ഇഷ്ടപ്പെട്ടോ? പിടിച്ച് പിടിച്ച് പിടിച്ച്. എന്തോ. കണ്ടോ, ആ ശിവനും അല്ല വിഷ്ണു കുഞ്ഞും ആ കുഞ്ഞിനെടുത്ത് കളിപ്പിക്കുന്നുണ്ട്.